പണിക്കർ, താങ്കൾക്ക് മനസ്സിലായോ എന്താണ് ഇന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് എന്ന്? ശ്രീ മഞ്ജുഷ്, ഇപ്പോ ശ്രീ വിനു കിരീത് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത് ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ ഉണ്ട്, അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ. അപ്പോൾ അത് സിനിമ കൂടുതൽ നീണ്ടു പോവുകയാണെങ്കിൽ ആ പ്രൊഡ്യൂസർ മുടക്കിയിരിക്കുന്ന പണം അവിടെ റിസ്കിലാകും എന്നുള്ള ഒരു കാര്യമാണ്. അത് ശരിയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇതേ നടനെ തന്നെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാത്ത മറ്റൊരു വകുപ്പ് ചാർത്താനായിട്ട് ഇപ്പോൾ സാധിച്ചാലോ? ഉദാഹരണത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട എൻക്വയറി പ്രോഗ്രസ് ചെയ്യുകയാണ്. നിലവിലുണ്ടായിരുന്ന സ്റ്റേഷൻ ജാമ്യമാണ്. അതല്ലാതെ കൂടുതൽ കഠിനമായിട്ടുള്ള വ്യവസ്ഥയോടുകൂടി ഉടനെ ജാമ്യം കിട്ടാത്ത രീതിയിലത്തേക്കുള്ള ഒരു പ്രൊവിഷൻ വന്നാൽ ഈ നിർമ്മാതാവ് പിന്നെന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു കാരണത്താൽ ആ സിനിമയുമായി സഹകരിക്കുന്ന ഒരാളിനെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ നിർമ്മാതാവ് എന്ത് ചെയ്യും? അപ്പൊ ഇവിടെ ലോ ഓഫ് ദ ലാൻഡ് എന്നൊരു സംഭവമുണ്ട്. അതിന് മുകളിലേക്കല്ല ഒരു സിനിമയുടെ നിർമ്മാണം എന്നുള്ളതാണ് പ്രധാനം. സിനിമക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്, സിനിമയിൽ വലിയ ഹൈ സ്റ്റേക്സ് ബിസിനസ് ആണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ഏതു മേഖലയിലും പ്രവർത്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തന്നെയാണ്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടെ ഏതെങ്കിലും രീതിയിൽ മോശമായിട്ടുള്ള ഒരു പെരുമാറ്റം നടത്തിയിരിക്കുന്ന ഒരു ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതാ നാളെ ഒരു സർജറി അവിടെ നടക്കാനുണ്ട്, എക്സ്പേർട്ട് ഹാൻഡാണ്, അദ്ദേഹം തന്നെ ഉണ്ടായേ കഴിയൂ എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അല്ല, ഇതിൽ പറയുന്ന കാര്യം ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വരുമ്പോൾ കാര്യം വ്യക്തമാണ്. പ്രതിഭാധനനായ ഒരു കലാകാരനാണ് ഷൈൻ ടോം ചാക്കോ. അപ്പോൾ എന്താണ് സിനിമാ സംഘടനകളുടെ മനസ്സിലുള്ളത് എന്ന കാര്യം വ്യക്തമാണല്ലോ. ഇദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയില്ല. ഒരു താരമൂല്യമൊക്കെ ഉള്ള ആളാണ്, വലിയ വിലപിടിപ്പുള്ള നടനാണ്. ഇതൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്നിട്ട് വെളിയിൽ വെറുതെ ഒരു മധുരം പൊതിയുന്നത് പോലെ ചില കാര്യങ്ങൾ പറയും. ഞങ്ങൾ ലഹരിക്കെതിരാണ്, ഞങ്ങൾ വലിയ ജാഗ്രതാ സമിതി രൂപീകരിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ഒരാളെ പോലും ലഹരി അടിച്ച് ഞങ്ങളുടെ സെറ്റിൽ വരാൻ അനുവദിക്കില്ല എന്ന്. ഇതാ കിടക്കുന്നു ഒരാൾ ലഹരി അടിച്ച്, ഷൈൻ ടോം ചാക്കോ. അയാൾ തന്നെ വന്ന് പറയുകയാണ് എനിക്ക് ലഹരി അടിക്കാതെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ പറയുകയാണ് നാളെ മുതൽ നീ ലഹരി അടിച്ച് ഇങ്ങോട്ട് വരരുത്, അങ്ങനെയാണെങ്കിൽ മറ്റന്നാൾ നിന്നെ പുറത്താക്കുമെന്ന്. ഇതെന്ത് ന്യായമാണിത്? മഞ്ജുഷ്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ പ്രതികരണം നടത്തുന്നതോ പത്രസമ്മേളനം നടത്തുന്നതോ ആദ്യമായിട്ടല്ല. മുമ്പുള്ള അദ്ദേഹത്തിന്റെ പത്രസമ്മേളനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രവണത ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ എക്സാക്ട് വെർബാറ്റിം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ആരംഭിച്ചിട്ട് ഇന്നിപ്പോ ശ്രീ മോഹൻലാലിന്റെയും ശ്രീ ജയസൂര്യയുടെയും ഒക്കെ സെറ്റുകളിൽ നടപ്പാക്കുന്ന ജാഗ്രതാ പരിപാടികളുണ്ട്. അപ്പൊ ഇതൊക്കെ കേവലം ബോധവൽക്കരണം, ജാഗ്രതാ പരിപാടി എന്നതിനപ്പുറത്തേക്ക് ഇവർ ഈ പറയുന്ന സീറോ ടോളറൻസ് എന്ന് പറയുന്ന കാര്യം പ്രാക്ടിക്കൽ ലെവലിലേക്ക് കൊണ്ടുപോയി അവരതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഷൈനിന് മാത്രമേ കിട്ടുകയുള്ളൂ. മറ്റുള്ള നടന്മാരും ഇതേപോലെ ഉപയോഗിക്കുന്നവരുണ്ടാകും, സാങ്കേതിക പ്രവർത്തകർ ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഇനി മറ്റുള്ള നടിമാരുണ്ടായിരിക്കാം, ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ടാകും. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഒറ്റത്തവണ തീർപ്പാക്കൽ എന്നൊരു പദ്ധതി, ഒരു തവണ മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തവണ ഒരവസരം കൂടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമയിലുള്ള എത്ര പേര് ഇത് ഉപയോഗിക്കും? 100 പേര് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ 100 പേർക്ക് രണ്ടാമത് അവസരം കൊടുക്കൂ. ഒരാളിന് അത് കൊടുത്തപ്പോ രണ്ടാമത്തെ ആളിന് നിർബന്ധമായിട്ടും അത് കൊടുത്തല്ലേ മതിയാകും. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ നിർമ്മാതാവ്, പ്രൊഡ്യൂസറിന്റെ പണം, ദീർഘകാലത്തെ ബിസിനസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പിന്നെ മറ്റൊന്ന് കൂടിയുണ്ട്, ഐസിയുടെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല എന്ന്. ഐസിയുടെ റിപ്പോർട്ട് വന്നിട്ടില്ല എന്ന്. പക്ഷേ വെളിയിൽ വരുന്ന വിവരം അനുസരിച്ച് ഐസിയുടെ മുന്നിൽ ഇവർ വിൻസി അലോഷ്യസും അതുപോലെ ഷൈൻ ടോം ചാക്കോയും ഒത്തുതീർപ്പിന് തയ്യാറായി എന്നാണ് ഖേദപ്രകടനം നടത്തിയിട്ടുണ്ട് ഷൈൻ ടോം ചാക്കോ. മഞ്ജുഷ, അത് മാത്രമല്ല, നോക്കൂ, ഇപ്പോ വിൻസി അലോഷ്യസിന് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യമുണ്ടോ? ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയിൽ വെച്ചിട്ട് ഷൈൻ ടോം ചാക്കോ ഖേദപ്രകടനം നടത്തുകയും മാപ്പ് പറയുകയും ചെയ്താൽ ഈ കേസ് അവിടെ വെച്ച് അവർ ഡ്രോപ്പ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളത് വിൻസി അലോഷ്യസിന്റെ മാത്രം പ്രശ്നമാണ്. പക്ഷെ ഇൻഡസ്ട്രിയുടെ ഭാഗമായിരിക്കുന്ന ഫെഫ്ക എന്ന് പറയുന്ന ഒരു സംഘടന കാണേണ്ടത് ഒരു സ്ത്രീക്കെതിരെ ഒരു നടൻ ഒരു പക്ഷേ ലഹരിയുടെ ഉപയോഗത്തിൽ മോശമായി പെരുമാറി എന്നതാണ്. അവിടെ എല്ലാ ആൾക്കാർക്കും ഒരുപക്ഷെ മാപ്പ് സ്വീകാര്യമാകണമെന്നില്ല. വിൻസി അലോഷ്യസിന് ഒരു പക്ഷേ അത് സ്വീകാര്യമായേക്കാം, നാളെ മറ്റൊരു നടിക്ക് അങ്ങനെ ആകണമെന്നില്ല. എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന, അങ്ങനെ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന രീതിയിലത്തേക്കുള്ള ഒരു വ്യക്തി തുടർന്നും സിനിമാ രംഗത്ത് സഹകരിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് തരത്തിലുള്ള പ്രശ്നമാണ്. ഒന്ന്, ലഹരി ഉപയോഗിക്കുന്നു എന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. രണ്ട്, ഒരു സ്ത്രീയോട് മോശമായിട്ട് പെരുമാറിയെങ്കിൽ മാത്രമല്ലേ മാപ്പ് പറയത്തുള്ളൂ. അല്ലെങ്കിൽ തന്നെ വിൻസി അലോഷ്യസ് പബ്ലിക്കായിട്ട് വന്നിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി, പൊട്ടൻഷ്യൽ ആയിട്ട് ഒരു പ്രശ്നക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, യാതൊരു വിധത്തിലുള്ള മാനസാന്തരവും ഉണ്ടാകാതെ, യാതൊരു വിധത്തിലുള്ള ചികിത്സയുടെയും അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഭേദമാകാതെ, കേവലം അദ്ദേഹം പറയുന്ന ഒരു വാക്കിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരവസരം കൂടി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാളെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ തന്നെ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു കാര്യമാണ്, RG വയനാടൻ എന്ന പേരിലുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, അല്ലെ? അദ്ദേഹം ഇതേപോലെ തന്നെ കഞ്ചാവുമായിട്ട് എന്തോ പിടിയിലായി, ഉടനെ തന്നെ പുറത്താക്കി.
1 മണിക്കൂറിനകം ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോ അവിടെ ഈ കൂടിയാലോചന വേണ്ടായിരുന്നോ? അവിടെ അതേപോലെ തന്നെ ഈ വരുന്നയാളിന് ഒരവസരം കൂടി വേണോ മാത്രമല്ല ലഹരിയടിച്ച് വരും ദിവസങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഈ സിനിമാ സെറ്റുകളിൽ ഈ ഷൈൻ ടോം ചാക്കോ കാട്ടിക്കൂട്ടുകയാണെങ്കിൽ അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഇവർ ഏറ്റെടുക്കുമോ? അതൊന്നും പറയുന്നില്ല. അത് തന്നെയല്ല. നോക്കൂ, ഈ RG വയനാടിന്റെ കേസുമായി മാത്രം ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്ന്, ഈ RG വയനാടൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സിനിമ ഇപ്പോൾ ഷൂട്ട് പുനരാരംഭിച്ചു എന്ന് പറയുന്നുണ്ട്. സിനിമയിൽ അദ്ദേഹം ഇല്ല, തൊഴിലിടത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എക്സാക്ട്ലി ഇതേ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. തൊഴിലിടത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. അപ്പൊ അതിനർത്ഥം എന്താ? അയാൾക്ക് രണ്ടാമതൊരു അവസരം അയാൾ ചോദിക്കാത്തത് കൊണ്ടാണോ, അതോ ഇവര് കൊടുക്കാത്തത് കൊണ്ടാണോ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, RG വയനാടൻ എന്ന് പറയുന്ന ഫെഫ്ക എന്ന് പറയുന്ന സ്വന്തം സംഘടനയിലുള്ള ഒരാളും ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടനും തമ്മിൽ 2 തരത്തിലുള്ള നീതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ് ഇവർ ശ്രമിക്കുന്നത്? അപ്പൊ അതിനുള്ള ന്യായം പ്രതിഭാധനൻ ചെറുപ്പക്കാരൻ എന്താ ഈ RG വയനാടൻ ഇതൊന്നും ആയിരുന്നില്ലേ? കുറ്റവാളികളെ കാണുന്നത് പോലെ അല്ല അയാളെ കാണേണ്ടതെന്ന്. ഈ ലഹരി ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു കുറ്റമാണെന്ന് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ ഇതുവരെ അറിയില്ലേ? അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ കുറ്റവാളികളാണ് എന്നും അത് കൈവശം വെക്കുക, അത് ഉപയോഗിക്കുക, അതിന്റെ ഡീൽ നടത്തുക തുടങ്ങിയ കാര്യങ്ങൾ കുറ്റകൃത്യമാണ് എന്ന് അദ്ദേഹത്തിന് അറിയില്ലേ? ഒരു സ്ത്രീയോട് മോശമായി പെരുമാറുക എന്ന് പറയുന്നതിൽ സാങ്കേതികമായിട്ടുള്ള ഒരു കാരണത്താൽ, അതായത് അവർ പരാതി പറയാനായിട്ട് തയ്യാറല്ലാത്തത് കൊണ്ട് മാത്രം പിന്നെ നിയമത്തിന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു വകുപ്പ് ചുമത്തപ്പെടാത്ത ഒരാൾ, അയാൾ ഒരു കുറ്റക്കാരനാണ്, ഒരു കുറ്റവാളിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബോധ്യം ഇവർക്കാർക്കുമില്ലേ? അപ്പൊ